ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു ആയുർവേദ ഔഷധ സസ്യത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. പിന്നെ അത് വെച്ചിട്ടുണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയും പരിചയപ്പെടാം. യാതൊരു പ്രത്യേക ശ്രദ്ധയും കൊടുക്കാതെ തന്നെ പറമ്പിലും വേലിക്കലുമായിട്ട് വളർന്നിരുന്ന പല ചെടികളും ആരോഗ്യപരമായ ഗുണങ്ങളാൽ മികച്ചവയാണ്. പറമ്പിൽ കണ്ടുവരുന്ന ഇത്തരം സസ്യങ്ങളെ പ്രധാനപ്പെട്ട ഒന്നാണ് മുത്തൽ അഥവാ കുടങ്ങൽ. കൊടവൻ എന്നും ഇതിനെ ചിലർ പറയുന്നുണ്ട്. നിലത്ത് പടർന്ന് വ്യത്യസ്തമായ ആകൃതിയിലുള്ള ഇലകളോട് കൂടിയിട്ടുള്ള ഈ സസ്യം സംസ്കൃതത്തിൽ മണ്ഡൂകപർണി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബ്രഹ്മിയോട് സാമ്യമുള്ള ഇലകളാണ് ഇതിൻ്റേത്. ഈ സസ്യം പല രോഗങ്ങൾക്കുമുള്ള നല്ലൊരു മരുന്ന് കൂടിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രയോജനപ്രദവുമാണിത്. ആരോഗ്യത്തിന് വലിയ വില കൊടുത്തുള്ള ഉൽപ്പന്നങ്ങൾ വേണ്ട, പലപ്പോഴും തൊടിയിലേക്ക് ഇറങ്ങിയാൽ തന്നെ മതി ആരോഗ്യത്തിനുള്ള പലതും നമുക്ക് ലഭിക്കും. പണ്ടുകാലത്ത് നമ്മുടെ കാരണവന്മാർ പലപ്പോഴും ആരോഗ്യത്തിനും അസുഖങ്ങൾക്കൊക്കെ ആയിട്ട് ആശ്രയിച്ചിരുന്നത് പറമ്പിലെ മരുന്ന് ചെടികളെയാണ്. ഇതിൻ്റെ ഇലകളാണ് കൂടുതൽ ഫലപ്രദമായിട്ടുള്ളത്. ഇത് പല രൂപത്തിലും നമുക്ക് കഴിക്കാം. വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കാം. പിന്നെ അതുപോലെ ഇലകൾ പച്ചയ്ക്ക് ചവച്ചരച്ച് കഴിക്കുകയും ചെയ്യാം. മുത്തിലിൻ്റെ പ്രധാന ഔഷധ ഗുണങ്ങളെക്കുറിച്ച് നമുക്കിന്ന് മനസ്സിലാക്കാം. നാഡികളുടെ ആരോഗ്യത്തിന് ഏറെ ഉത്തമമായ ഒന്നാണ് മുത്തൽ. ഇത് ഓർമ്മക്കുറവിനും ബുദ്ധിശക്തിക്കുമെല്ലാം ഏറെ നല്ലതാണ്. മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്കും നല്ലൊരു മരുന്നാണിത്. നല്ല ഉറക്കത്തിന് സഹായിക്കുന്ന ഒരു മരുന്ന് കൂടിയാണ് മുത്തൽ അഥവാ കുടങ്ങൽ. അതുപോലെ നല്ലൊരു വേദന സംഹാരിയായ ഇത് പല്ലുവേദനയ്ക്കും നല്ലൊരു മരുന്നാണ്. ചർമ്മരോഗങ്ങൾക്ക് പറ്റിയ നല്ലൊരു മരുന്ന് കൂടിയാണിത്. മുത്തൽ ഇല അരച്ച് മോരിൽ ചേർത്ത് കഴിക്കുന്നത് വായ്പുണ്ണിനുള്ള നല്ലൊരു പരിഹാരവുമാണ്. വയറിൻ്റെ ആരോഗ്യത്തിനും ദഹന പ്രശ്നങ്ങൾക്കും എല്ലാം ഇത് ഏറെ നല്ലതാണ്. ഇതിൻ്റെ ഇലകൾ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നതും വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ എല്ലാ ദിവസവും ഇത് മുത്തലിട്ട് തിളപ്പിച്ച വെള്ളം കൊടുത്താൽ വളരെ നല്ലതാണ്. അതുപോലെ ഇത് പച്ചക്ക് ചവച്ചരിച്ച് കഴിക്കുകയും ചെയ്യാം. അങ്ങനെ കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിൽ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കിയിട്ടും കൊടുക്കാം. അപ്പോൾ ഈ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചമ്മന്തി അരക്കാനായിട്ട് ഞാനിവിടെ 12 കുടങ്ങലിൻ്റെ ഇല എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. നമുക്കിനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് ഈ കഴുകിയെടുത്ത ഇലകൾ ചേർക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർക്കാം. തേങ്ങയും ഇലയും കൂടി നന്നായിട്ട് അരച്ചെടുക്കണം. അല്ലെങ്കിൽ ഇല നന്നായിട്ട് അരഞ്ഞു കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ആദ്യം തേങ്ങയും ഇലയും നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കാം. ഞാനിവിടെ 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് ഇഞ്ചിയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുത്തതാണ്. പിന്നെ ചേർക്കുന്നത് പുളിയാണ്. ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി ചേർത്തിട്ടുണ്ട്. പിന്നെ 2 വറ്റൽമുളക് ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തീരെ വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ ചോറുണ്ണാൻ വേറെ കറികളൊന്നും വേണ്ടെന്ന് പറയാറില്ലേ? അതുപോലെ തന്നെ ഈ ടേസ്റ്റി ആയിട്ടുള്ള മുത്തൽ ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറികളൊന്നും ആവശ്യമില്ല. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണിത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മിക്കവാറും നമ്മുടെ പറമ്പിലൊക്കെ ഈ മുത്തലിൻ്റെ ചെടി ഉണ്ടാവും. അഥവാ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് വളരെ വേഗം വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത്. അതുപോലെ യാതൊരു പരിചരണമൊന്നും ഇതിന് ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്